ഹായ് ഫ്രണ്ട്സ്, ടേസ്റ്റ് ഓഫ് കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടിയാണ്. അതിനായി വെണ്ടയ്ക്ക 250 ഗ്രാം, സവാള ഒരെണ്ണം, കടുക് 1/2 ടീസ്പൂൺ, വെളിച്ചെണ്ണ 3 to 4 ടേബിൾ സ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്. ആദ്യം നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാക്കാം. പാൻ ചൂടാകുമ്പോഴേക്കും ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും നമ്മൾ ഏകദേശം 1 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് ചില്ലി ഫ്ലേക്സ് ഒന്ന് ഇളക്കിയ ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം 3 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ചെറിയ പച്ചമുളകാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വലുതാണെങ്കിൽ ഏകദേശം 1-2 പച്ചമുളക് മതിയായിരിക്കും. ആവശ്യമെങ്കിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുത്താൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും ആവശ്യത്തിന് കറിവേപ്പിലയും അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാളയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. സവാളയ്ക്ക് വേവ് കുറവായതുകൊണ്ട് വെണ്ടയ്ക്ക ഒരു 1/4 ഭാഗത്തോളം വെന്ത് കഴിഞ്ഞതിന് ശേഷം വേണം സവാള ചേർത്ത് കൊടുക്കുക. അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് നേരം കുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടി റെഡി ആയിരിക്കും. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.